ഗണപതിവട്ടം എന്ന പേര് ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ച ഒരു പ്രസ്താവന അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അത് ആ ഒരു പ്രസ്താവനയായിരുന്നു. അന്നത്തെ വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ പരസ്യമായി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. നൂറ്റാണ്ടുകളായി നമ്മൾ വിളിച്ചു പോരുന്ന സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതിവട്ടം എന്ന ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്യണമെന്ന്. അന്ന് ആ ഒരൊറ്റ വാചകം സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും ഒക്കെ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഹിന്ദു ഐക്യവേദി പോലുള്ള ഹൈന്ദവ സംഘടനകൾ ഈ ആവശ്യം വീണ്ടും പൊതുമണ്ഡലത്തിൽ ശക്തമായി ഉന്നയിക്കുമ്പോൾ കേരളത്തിൽ അത് വലിയൊരു ചരിത്ര സംവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളോളം ചരിത്രത്തിന്റെ മറവിലേക്ക് തള്ളപ്പെട്ട ആ യാഥാർത്ഥ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഗണപതിവട്ടം എന്ന പേര് നമ്മുടെ ഭൂപടങ്ങളിൽ നിന്നും ഔദ്യോഗിക രേഖകളിൽ നിന്നും പൂർണ്ണമായി മാഞ്ഞു പോയത്? വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പുരാവസ്തു രേഖകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമായേക്കാം. ഒരു കാലത്ത് ഈ നാടിന് ഇങ്ങനെ ഒരു പേരേ ഉണ്ടായിരുന്നില്ല എന്ന്. ഇനിയിപ്പോൾ ചിലർ ആരോപിക്കുന്നത് പോലെ ഇത് വെറുമൊരു രാഷ്ട്രീയ അജണ്ട മാത്രമാണോ? അതോ ഇതിന് പിന്നിൽ 250 വർഷത്തിലേറെ പഴക്കമുള്ള തള്ളിക്കളയാനാവാത്ത ചരിത്രപരമായ ശക്തമായ തെളിവുകളുണ്ടോ? നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള നമ്മുടെ തനത് സാംസ്കാരിക പൈതൃകത്തോടൊപ്പമാണോ അതോ തലമുറകളായി നമ്മൾ ജീവിച്ചു പോന്ന ഇന്നത്തെ ഐഡന്റിറ്റിയോടൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത്? ലഭ്യമായ ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ പേരുമാറ്റ വിവാദത്തിന്റെ അടിവേരുകൾ നമുക്ക് ഇന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ കാര്യങ്ങളുടെ ഗൗരവം അത് ഒന്ന് ആഴത്തിൽ തന്നെ മനസ്സിലാക്കാം. ആ കഥ അറിയാൻ നമ്മൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക്, അതായത് കൊളോണിയൽ അധിനിവേശങ്ങൾക്കും മൈസൂർ പടയോട്ടത്തിനും എത്രയോ മുൻപുള്ള പ്രാചീന വയനാടൻ മലനിരകളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. 18-ാം നൂറ്റാണ്ടിന് മുൻപ് പച്ചപ്പ് നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ തികച്ചും ശാന്തവും സജീവമായ ഒരു അന്തർ സംസ്ഥാന വാണിജ്യ സംസ്കാരം വയനാട്ടിൽ നിലനിന്നിരുന്നു. മൈസൂർ പീഠഭൂമിയെയും തമിഴ്നാടിനെയും മലബാർ തീരവുമായി ബന്ധിപ്പിച്ചിരുന്ന അതിപ്രധാനമായ ഒരു കാട്ടു വാണിജ്യ പാതയായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. കുരുമുളകും ഏലവും ചുക്കും ഇഞ്ചിയും കാട്ടുതേനും ഉൾപ്പെടെയുള്ള മലനാടൻ സുഗന്ധവ്യഞ്ജനങ്ങളുമായി മലബാറിലെ തുറമുഖങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്ന കച്ചവട സംഘങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താവളം കൂടിയായിരുന്നു ഇത്. ഇന്നത്തെ ഈ പ്രദേശം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു കൊടും കാടുകളിലൂടെയും മലനിരകളിലൂടെയും ഭാരമേറിയ ചരക്കുകളുമായി കാൽനടയായും കാളവണ്ടികളിലൂടെയൊക്കെയുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നിട്ടുണ്ടാവില്ലല്ലോ. കാട്ടാനകളുടെ കൂട്ടവും പുലികളും കൊള്ളക്കാരും നിറഞ്ഞ കൊടും വനത്തിലൂടെയുള്ള ഈ യാത്രയിൽ ഓരോ ചുവടും മരണഭയം നിറഞ്ഞതായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ കൊടും കാട് താണ്ടി മലബാറിലേക്ക് കടക്കുന്ന വ്യാപാരികൾക്ക് സുരക്ഷിതമായി തങ്ങാൻ ഒരു ഇടത്താവളം അത്യാവശ്യമായി വന്നു. ഈ വാണിജ്യ പാതയുടെ കൃത്യം കേന്ദ്ര സ്ഥാനത്തായിരുന്നു അതിപുരാതനമായ ഒരു ഗണപതി ക്ഷേത്രം നിലനിന്നിരുന്നത്. യാത്രയിലെ വിഘ്നങ്ങൾ മാറാനും വന്യമൃഗങ്ങളുടെയും കൊള്ളക്കാരുടെയും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കച്ചവടക്കാർ ഈ ഗണപതി സന്നിധിയിൽ വഴിപാടുകൾ അർപ്പിച്ചതായും പൂജകൾ കഴിഞ്ഞ് പ്രാർത്ഥനകളോടെ അവർ ആ ക്ഷേത്രമുറ്റത്ത് വിശ്രമിച്ചതായുമാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഗണപതി ക്ഷേത്രവും അതിനെ ചുറ്റുപറ്റിയുള്ള പ്രദേശവും ജനസംസാരത്തിലും വ്യാപാരികളുടെ ഭാഷയിലും ഗണപതി വട്ടം എന്ന് അറിയപ്പെട്ടു. ഇവിടെ വട്ടം എന്നാൽ ചുറ്റുമുള്ള പ്രദേശം അല്ലെങ്കിൽ കേന്ദ്രം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ 12-ാം നൂറ്റാണ്ടോടെ കർണാടകത്തിലെ ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ വലിയൊരു വിഭാഗം ജൈന വ്യാപാരികൾ വയനാടൻ മലനിരകളിലേക്ക് കുടിയേറി പാർത്തു. കച്ചവടത്തിൽ അതീവ സമർത്ഥരായിരുന്ന അവർ ഗണപതി വട്ടത്തിൽ കരിങ്കല്ലിൽ തീർത്ത അതിമനോഹരമായ ജൈന ക്ഷേത്രങ്ങൾ അഥവാ ബസ്തികൾ നിർമ്മിച്ചു. കോട്ടയം രാജവംശത്തിന്റെ സംരക്ഷണയിൽ ഹൈന്ദവരും ജൈനരും ഉൾപ്പെടെയുള്ള കച്ചവടക്കാരും ആദിവാസി ജനവിഭാഗങ്ങളും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിച്ച ഒരു പ്രമുഖ സാംസ്കാരിക വാണിജ്യ കേന്ദ്രമായിരുന്നു അന്നത്തെ ആ ഗണപതി വട്ടം എന്ന പുരാവസ്തു രേഖകൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയോടെയാണ് ആ സംഭവങ്ങൾ നടക്കുന്നത്. ആ നാടിന്റെ ശാന്തമായ ആ അന്തരീക്ഷം പൂർണ്ണമായും മാറി മറിഞ്ഞു. ദക്ഷിണേന്ത്യയെ വിറപ്പിച്ച മൈസൂർ ഭരണാധികാരി ഹൈദരലിയും തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനും മലബാറിലേക്ക് പട നയിച്ചതോടെയാണത്രേ ചരിത്രത്തിന്റെ ഈ ഗതി തന്നെ മാറിയത്. മലബാർ പിടിച്ച
പിടിച്ചടക്കാനും ബ്രിട്ടീഷുകാരെയും നാട്ടുരാജ്യങ്ങളെയും തുരത്താനും മൈസൂരിൽ നിന്ന് മലബാറിലേക്ക് സൈന്യത്തെ നയിക്കാനും ടിപ്പുവിന് തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രം അത്യന്താപേക്ഷിതമായിരുന്നു. ചുറ്റും കാടുകളാലും കുന്നുകളാലും സംരക്ഷിക്കപ്പെട്ട ഗണപതി വട്ടത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ടിപ്പു തിരിച്ചറിഞ്ഞു. തുടർന്ന് ഗണപതി വട്ടത്തിൽ നൂറ്റാണ്ടുകളായി തലയുയർത്തി നിന്നിരുന്ന കരിങ്കല്ലിൽ തീർത്ത അതിശക്തമായ ജൈന ക്ഷേത്രം ടിപ്പു തന്റെ പ്രധാന സൈനിക ക്യാമ്പാക്കി മാറ്റി. അങ്ങനെ മലബാർ യുദ്ധങ്ങൾക്കായി കൊണ്ടുവന്ന വൻ പീരങ്കികളും വെടിമരുന്നുകളും വെടിക്കോപ്പുകളും ഒക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സുരക്ഷിത കോട്ടയായി അദ്ദേഹം ഈ കരിങ്കൽ ക്ഷേത്രത്തെ പരിവർത്തനം ചെയ്തുവെന്നാണ് ചരിത്രം പറയുന്നത്. സൈനിക ചരിത്രത്തിലും ആധുനിക യുദ്ധതന്ത്രങ്ങളിലും പീരങ്കികളും വെടിക്കോപ്പുകളും സൂക്ഷിക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്ന ആയുധപ്പരകളെ വിളിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? ഔദ്യോഗിക പേരായിരുന്നു ആർട്ടിലറി ബാറ്ററി അഥവാ പീരങ്കി താവളം എന്ന്. ഇതോടെ ടിപ്പുവിന്റെ പീരങ്കിപ്പട ഗണപതി വട്ടത്തെ ജൈന ക്ഷേത്രത്തിൽ നിലയുറപ്പിച്ചു. ഇതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാരന്മാരുടെ രേഖകളിലും സൈനിക ഭൂപടങ്ങളിലും ഈ പ്രദേശം എങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി? സുൽത്താൻസ് ബാറ്ററി അഥവാ സുൽത്താന്റെ പീരങ്കി താവളം എന്ന് രേഖപ്പെടുത്തപ്പെടാൻ തുടങ്ങി. പ്രാദേശികമായ തനത് പേരായ ഗണപതി വട്ടം പതിയെ ഔദ്യോഗിക സൈനിക ഫയലുകളിൽ നിന്നും ആംഗലേയ ഭൂപടങ്ങളിൽ നിന്നും ഒക്കെ പുറന്തള്ളപ്പെട്ടു. തുടർന്ന് 1799 നടന്ന 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടതോടെ മൈസൂർ സാമ്രാജ്യം നിലം പതിച്ചു. തുടർന്ന് മലബാറും വയനാടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ആധിപത്യത്തിന് കീഴിലായി. യുദ്ധം അവസാനിച്ചതോടെ ടിപ്പുവിന്റെ പീരങ്കികൾ അവിടെ നിന്ന് പിൻവലിക്കപ്പെട്ടെങ്കിലും ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ റവന്യൂ സർവേ രേഖകളിലും അതുപോലെ തന്നെ റെക്കോർഡുകളിലും ഒക്കെ സുൽത്താൻസ് ബാറ്ററി എന്ന പേര് തന്നെ തുടർന്നു പോന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സംഭവിച്ചത് എന്താ? ബ്രിട്ടീഷുകാരുടെ ഫയലുകളിൽ കിടന്ന പേരുകൾ മലയാളീകരിക്കപ്പെട്ടപ്പോൾ സുൽത്താൻസ് ബാറ്ററി എന്നത് സാധാരണക്കാരുടെ നാവിൻ തുമ്പിൽ സ്വാഭാവികമായി ലോപിച്ച ഇന്നത്തെ സുൽത്താൻ ബത്തേരി എന്ന ഔദ്യോഗിക നാമമായി നഗരമായി മാറുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഗണപതി വട്ടം എന്നത് ഒരു ജനതയുടെ പുരാതന പൈതൃകവും ആത്മീയ കേന്ദ്രവുമായിരുന്നു എന്നതും വിദേശ നാട്ടുരാജ്യ യുദ്ധങ്ങളുടെയും ആയുധ സംഭരണത്തിന്റെയും ഭാഗമായാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് രൂപപ്പെട്ടത് എന്നും ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യമാണ്. ഇനി ഇതിന്റെ വലിയൊരു ചിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. സുൽത്താൻ ബത്തേരിയുടെ വിഷയം ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല. ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക അധിനിവേശങ്ങളും അടിച്ചേൽപ്പിക്കലുകളും കാരണം തങ്ങളുടെ തനത് വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയ എണ്ണമറ്റ നഗരങ്ങളും സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം തന്നെയാണ് ഇന്നത്തെ പ്രയാഗ്രാജ്. വേദകാലം മുതൽക്കേ പുണ്യനദികളായ ഗംഗയും യമുനയും സരസ്വതിയും ത്രിവേണി സംഗമം നടത്തുന്ന ആ പുണ്യഭൂമിയെ ഭാരതീയർ പ്രയാഗ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ 16ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി അക്ബർ അവിടെ കോട്ട നിർമ്മിച്ചുകൊണ്ട് ആ നാടിന്റെ പേര് ഇലാഹാബാദ് എന്ന് മാറ്റി. പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ അത് അലഹബാദ് എന്ന് ഉച്ചരിച്ചു. ഒടുവിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം 2018 ഉത്തർപ്രദേശ് സർക്കാർ ചരിത്രപരമായ ആ നീതി വീണ്ടും നടപ്പിലാക്കി. ആ നഗരത്തിന് വീണ്ടും പ്രയാഗ്രാജ് എന്ന ഔദ്യോഗികമായി പേര് നൽകി. ഇനി മഹാരാഷ്ട്രയിലേക്ക് നോക്കൂ. അവിടെ എന്താണ് സംഭവിച്ചത്? 17ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ദക്ഷിണേന്ത്യൻ അധിനിവേശങ്ങൾക്കായി ക്യാമ്പ് ചെയ്തതോടെ ഔറംഗാബാദ് എന്ന് മാറ്റപ്പെട്ട നഗരം ഇന്ന് ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ വീരപുത്രൻ സംഭാജി മഹാരാജിന്റെ ത്യാഗസ്മരണയ്ക്കായി ഛത്രപതി സംഭാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഹൈദരാബാദ് നൈസാമിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഉസ്മാനാബാദ് ഇന്ന് പുരാതനമായ ധാരാശിവായി മാറി. റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യമെടുത്താലും മാറ്റങ്ങൾ പ്രകടമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ യാർഡുകളിലൊന്നായ മുഗൾ സരായി സ്റ്റേഷൻ ഇന്ന് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷനാണ്. ഫൈസാബാദ് ഇന്ന് അയോധ്യ കാൻഡായി. ഭോപ്പാലിലെ ഹബീബ് ഗഞ്ച് സ്റ്റേഷൻ ഗോണ്ട് സാമ്രാജ്യത്തിലെ ധീര വനിതയായ റാണി കമലാപതിയുടെ സ്മരണയ്ക്കായി റാണി കമലാപതി സ്റ്റേഷനായി മാറി. ഇതൊക്കെ ഉത്തരേന്ത്യയിലെ മാത്രം കഥയാണെന്ന് ആരും അങ്ങനെ പറഞ്ഞ് കരുതേണ്ടതില്ല. നമ്മുടെ സ്വന്തം കേരളത്തിലും സമാനമായ ചരിത്ര വീണ്ടെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഉച്ചാരണ വൈകല്യങ്ങൾക്കനുസരിച്ച് മാറ്റി എഴുതിയ പേരുകൾ മാറ്റി നാം നമ്മുടെ നാടൻ സ്വത്വം തിരിച്ചുപിടിച്ചിട്ടുണ്ട്. വിദേശികളുടെ ട്രിവാൻഡ്രം നമ്മുടെ സ്വന്തം തിരുവനന്തപുരമായി. കാലിക്കറ്റ് വീണ്ടും അഭിമാനത്തോടെ കോഴിക്കോടായതും കൊച്ചിൻ എന്നത് കൊച്ചി എന്നും കനനൂർ എന്നത് കണ്ണൂർ എന്നും
കൊയിലോൺ എന്നത് കൊല്ലം എന്നും പാൽഘട്ട് എന്നത് പാലക്കാട് എന്നും ആലപ്പി എന്നത് ആലപ്പുഴ എന്നും നമ്മൾ മാറ്റി എഴുതിയത് ഈ നാടിന്റെ തനത് സ്വത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്നെയല്ലേ? ഇവിടെയാണ് സമകാലിക കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും നിർണായകമായ ആ ചോദ്യം ഉയർന്നത്. ഒരു നാടിന്റെ പേര് മാറ്റണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അധിനിവേശങ്ങളിലൂടെയും സൈനിക പടയോട്ടങ്ങളിലൂടെയും മാഞ്ഞുപോയ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രപരമായ തനിമയും സാംസ്കാരിക വേരുകളും തിരിച്ചു പിടിക്കുന്ന ഒരു നവോത്ഥാന പ്രക്രിയയാണോ ഇത്? അതോ തലമുറകളായി ജനങ്ങൾ ജീവിച്ചു പോന്ന ഇന്നത്തെ ജനതയുടെ നിത്യജീവിതവുമായി ഇഴുകിച്ചേർന്ന നിലവിലുള്ള ഐഡന്റിറ്റിയും സൗഹാർദ്ദവും മാറ്റമില്ലാതെ നിലനിർത്തുകയാണോ വേണ്ടത്? സുൽത്താൻ ബത്തേരിയിലെ ഗണപതി വട്ടം എന്ന പുനർനാമകരണം ചെയ്യണം എന്ന ആവശ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ചരിത്രപരമായ നീതി വീണ്ടെടുക്കലാണോ അതോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള വിവാദമാണോ ഇത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ, അതെന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ഇൻഫർമേഷൻ, ഒരു പുതിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.